ഞാനും ഉമ്മച്ചി ഇപ്പം ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ നോക്കുന്നത് ഉമ്മച്ചിയും പൊടിയും എന്തെയെന്നല്ലേ? അവർ രണ്ടുപേരും ഇവിടെ തിണ്ണയിലിരിപ്പുണ്ട്. അവരിപ്പോൾ കടയിൽ നിന്ന് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അവർ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു പുറത്തുനിന്ന്. അതൊക്കെ മേടിച്ചിങ്ങനെ വന്ന് അവരിപ്പോൾ തിണ്ണയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉമ്മച്ചിയും പൊടിയുടെ തിണ്ണയെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട്. അവർ വീഡിയോ പിടിക്കുന്നെന്നറിയാം. എന്നിട്ട് അവരിങ്ങനെ ഞാനിങ്ങനെ ചായ കുടിക്കുന്ന ഇങ്ങനെ തിണ്ണെ വരുമെന്നറിയാമായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇൻട്രോ പിടിക്കുന്ന അവർ കേട്ടായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതെന്നറിയാവുന്നതുകൊണ്ട് രണ്ടും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഉമ്മച്ചി ചായയൊക്കെ കുടിച്ച് തീരാറായല്ലോ? ആണോ? അതിനടാ നിനക്ക് ചായ വേണ്ടാത്ത? ബിസ്ക്കറ്റ് ഞാൻ മേടിച്ച് നിനക്ക് തരാന്ന് ബിസ്ക്കറ്റ് മേടിച്ചപ്പോ അവന് കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവന് കേക്കും മേടിച്ചു, പിന്നെ അവൻ മുട്ടായിയും മേടിച്ചു. അതുകൊണ്ട് അവന് ചായ വേണ്ട, തണുത്തോളം മതി എന്ന് പറഞ്ഞു. എന്റെ ജ്യേഷ്ഠത്തിന്റെ വീട് വരെ ഒന്ന് പോകാനും വെച്ചിരിക്കോ. പകലൊന്നും പോകാൻ എനിക്ക് നേരമില്ലല്ലോ, ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ വൈകിട്ട് വരുമ്പോഴത്തേക്കൊന്ന് പോകാമല്ലോ എന്നും വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെയോട് പറഞ്ഞു വെച്ചാൽ നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുവാ. നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന സ്റ്റെപ്പാ. ഉമ്മച്ചി ഇറങ്ങുക, കണ്ണ് കാണത്തില്ല, ഇരുട്ടാ. നേരത്തെ ഒന്നും ഇവിടെ വരിലൈറ്റ് പോലും ഇല്ലായിരുന്നു. ഇനിയിപ്പം ഈ അടുത്ത റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ കണ്ടോ, ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ വീടുകളിലും ഒക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ചായിട്ട്. ക്രിസ്മസ് ഒക്കെ അടുത്ത് കഴിയുമ്പോഴത്തേനും എല്ലായിടത്തും ലൈറ്റുകളൊക്കെ ആയിരിക്കും. ഇതിപ്പം നമ്മൾ അല്പം താമസിച്ചാണ് പോകുന്നത്, അതുകൊണ്ട് ഇച്ചിരി ഇരുട്ടൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി വീഡിയോ എടുക്കാം. അത് മതി. ഇരുട്ട് ഭയങ്കര വഴിയിലൊന്നും ഇടയ്ക്കൊക്കെ ഉള്ളു വഴിയിലേറ്റേ. അതുകൊണ്ട് നമുക്ക് അവിടെ നടന്നാൽ മതി. ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നിസീമ ഉമ്മച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞാനും പൊടി. ഇത് വാടക വീടാ ഇവിടെ താമസിക്കുന്നത്. എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, എല്ലാവർക്കും ഒന്ന് അറിയട്ടെ. ഇതാണ് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ വരുമെന്ന് പറഞ്ഞില്ലേ, എന്റെ മൂത്ത ജ്യേഷ്ഠത്തി നിസീമ എന്നാ പേര്. ഇത്താടെ ഇളയ മോനാ ഇത്. ഇവന്റെ പേര് ഷമീർ എന്ന്. ഇവന്റെ ഭാര്യ ഇതിന്റെ പേര് റെജീന. അതിന് 2 പിള്ളേര്, നൈലുവും കൻസായും, 2 മക്കള്. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണ്. പ്രഗ്നന്റാ, 3ാമത്തത്. ഇത്താടെ 2ാമത്തെ മരുമോള്. ഇതിന്റെ പേര് ഫാത്തിമ എന്നാണ്. ഇതിന് 2 പിള്ളേര്, ആമിനായും ഇസ്രിയായും, 2 മക്കള്. ഇതിന്റെ ഭർത്താവ് ജോലിക്ക് പോയിരിക്കുക. 4 മക്കളാ. മൂത്ത മോനുണ്ട്, അവന്റെ പേര് അൻസർ. അതിന്റെ ഭാര്യ റഹിയാസ്. അവർക്ക് 2 മക്കള്, മാഹിനും ഭീമായും പറഞ്ഞ 2 മക്കള്. പിന്നെ ഇത്താളെല്ലാം മുള കെട്ടിച്ചിരിക്കുക. അതിന് ഫോണിലാണ് കെട്ടിച്ചിരിക്കുന്നത്. അത് ഇപ്പൊ അവിടെ ഒരു കുഞ്ഞുണ്ട്. ഇത്ത ഇപ്പൊ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുവായിരുന്നു, വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളെ കയറി വന്നത്. കുഞ്ഞുങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസ് കളിക്കുമ്പോ ഡാൻസ്. കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു വലിയ കുഞ്ഞും കൂടെ ഉണ്ട് ഡാൻസ് കളിക്കാനും ഒക്കെ. പിന്നെ ഡാൻസ് കളിച്ചേ അൻസാട്ടിയും ആമിനമ്മനും ഡാൻസ് കളി. രണ്ടുപേർക്കും നാണോ? അതേ കളിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നേക്കുവാണ്. ഇന്ന് അവിടെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമുണ്ടോ? നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കൂടുതലൊന്നും പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ നേരം ഇരുട്ടിയോണ്ട് ഞങ്ങൾ എളുപ്പം നിങ്ങൾ പോരുന്നു. നമ്മൾ ഇറങ്ങുന്ന വീഡിയോ ഒന്നും പിടിച്ചില്ലായിരുന്നു. പിന്നെ അവിടെ പട്ടിശല്യമുണ്ട് പോകുന്ന റോഡിൽ കൂടെ. ആ റോഡ് മൊത്തം പട്ടിയാണ്. അപ്പം നമ്മൾ ക്യാമറ കൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ലൈറ്റിൻ്റെ വെട്ടം കാണുമ്പോൾ ഫോണിലത്തെ പട്ടിയെല്ലാം ഓടി വരും. അപ്പം ഞങ്ങൾ ഇച്ചിരി പേടിച്ചൊക്കെയാണ് പോയത്.
അവിടെ എല്ലാം പോയി നല്ല സന്തോഷമായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളും എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ലൊരു രസമൊക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങളുടെ ഡാൻസും ഒക്കെ കണ്ട് നല്ലൊരു രസമായിരുന്നു. എല്ലാവരുടെയും ഒക്കെ ബന്ധുക്കളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് പോയി എല്ലാവരും ഒന്ന് ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സന്തോഷം, ഉമ്മച്ചിയുടെ മുഖത്ത് സന്തോഷവും നിങ്ങൾ കണ്ടേയല്ലേ. നസീമ ഉമ്മച്ചി എടുക്കേ പോയപ്പോൾ നസീമ ഉമ്മച്ചീനെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലി, നിങ്ങളും ഞങ്ങളുടെ ഫാമിലി പോലെ തന്നെയാണ് ഞങ്ങൾക്ക്. നിങ്ങളിപ്പോൾ കടന്നു വരുന്ന ഓരോ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ഓരോരുത്തരും നമ്മുടെ ഉള്ളവരെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നാളെ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. ബൈ. ഔട്ട്രോ എടുക്കാൻ നേരം വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്.